ഹറാം മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാ. മനസ്സിലായോ? അപ്പൊ ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും അല്ലെങ്കിൽ ഒരു ഇതും ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ഇപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലും സ്ട്രീമിങ്ങിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ തൊപ്പിയുടെ ഒരു ചെറിയൊരു വീഡിയോ കട്ട് ആയിക്കോട്ടെ, അതിപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ അധികം വേറെ പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. എങ്ങനെ ലൈക്ക് പ്ലാറ്റ്ഫോം യൂട്യൂബിൽ തൊപ്പി സ്ട്രീം സ്ട്രീം ചെയ്യും. ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ആക്റ്റീവ്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഇടലില്ല. ഇപ്പം പക്ഷെ ഞാൻ ഇപ്പം തൊപ്പിൻ്റെ ലൈവിൽ നിന്നുള്ള ചെറിയ കട്ട്സ് ഒക്കെ അതെ, ഞാൻ ആണെങ്കിലും വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോയി ഇപ്പം യൂട്യൂബിലായാലും യൂട്യൂബ് അല്ലാണ്ട് വേറെ യൂട്യൂബിനെ കമ്പീറ്റ് ചെയ്യുന്ന കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. റൂട്ടർ, ലോക്കോ, കിക്ക്, വേറെ കുറേ ഉണ്ട്, ട്വിച്ച്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മനസ്സിലാവും? അപ്പം നമ്മളിങ്ങനെ ആസ് എ സ്ട്രീമർ ഇങ്ങനെ കോൺട്രാക്ട്സ് കിട്ടും ഓരോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ട്രീം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വന്ന് കാണുന്ന വ്യൂവേഴ്സ് കട്ട് ചെയ്തിട്ട് എൻ്റെ കട്ടിങ്സ് എടുത്ത് ഇൻസ്റ്റയിലും ടിക്ടോക്കിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല.